ഹലോ, എല്ലാവർക്കും വീണ്ടും അമേരിക്കൻ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ പച്ചക്കറി തോട്ടത്തിൻ്റെ അകത്തേക്ക് നമ്മൾ ഇന്ന് വന്നിരിക്കുകയാണ്. കാര്യം പറഞ്ഞാൽ ഞാൻ ഈ വർഷം വീഡിയോസൊന്നും അധികം ഇട്ടിട്ടുണ്ടായിരുന്നില്ല. ആ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. നമുക്ക് ഈ വർഷം ഭയങ്കര ചൂടാണ്. കഴിഞ്ഞ വർഷം അതിന് മുന്നത്തെ വർഷത്തേക്ക് അപേക്ഷിച്ച് നോക്കുമ്പോൾ ഈ വർഷം അതിനേക്കാളൊക്കെ ഒത്തിരി കൂടുതലാണ് ചൂട് ഈ വർഷം. അപ്പോൾ പച്ചക്കറിയുടെ പയറൊക്കെ ഏകദേശം കരിഞ്ഞു. പിന്നെ നമ്മുടെ വെള്ളരി അതൊക്കെ കരിഞ്ഞു പോയി. എന്തോരം വെള്ളം ഒഴിച്ചാലും നമുക്ക് അങ്ങ് പിടിച്ചു നിർത്താനാകുന്നില്ല. പിന്നെ ഞാനിപ്പോൾ സ്പ്രിംഗ്ലർ വെച്ചിട്ടാണ് ഒരുവിധം നിർത്തിയത്. രാവിലെയും വൈകിട്ട് സ്പ്രിംഗ്ലർ വെച്ച് വെള്ളം ഒഴിക്കുകയാണ്. അപ്പോൾ ഒരു ഇച്ചിരി കൂടെ തണുപ്പ് കൂടുതൽ നിൽക്കുന്നുണ്ട്. നമ്മൾ ചോട്ടിക്കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പം അത് അധികം അങ്ങനെ അങ്ങ് നിൽക്കുന്നില്ല, മൊത്തത്തിൽ കരിഞ്ഞു പോവുക. അപ്പോൾ നമ്മുടെ ഇതുണ്ടോ, നമ്മുടെ പടവലങ്ങയൊക്കെ കിടക്കുന്നതൊക്കെ ഈ വർഷം ഞാൻ 2 സൈസ് പടവല ഇട്ടിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് ഇങ്ങനെ ചെറിയ സൈസ് പടവലങ്ങ, പിന്നെ വലിയ സൈസ് പടവലങ്ങ ഉണ്ടോ, വലിയ സൈസ് പടവലങ്ങ. ഞാൻ ഇപ്പോൾ പച്ചക്കറി ഒന്നും പറിച്ചൊന്നും അധികം കാണിക്കാൻ നിൽക്കുന്നില്ല, സമയമില്ലാത്തതുകൊണ്ടാണ്. ഞാനിങ്ങനെ പച്ചക്കറി തോട്ടത്തിനകത്തൊക്കെ ഇങ്ങനെ ഓടിച്ച് കാണിക്കാം. എന്നോട് പലരും പറയാറുണ്ട്, ഇതൊക്കെ ഡ്യൂപ്ലിക്കേറ്റ് അല്ലേ, ഇതൊന്നും ഒറിജിനൽ ഒന്നുമില്ല, ഒക്കളോമയിലൊന്നും ഇതുപോലെ പച്ചക്കറി ഉണ്ടാവില്ല എന്നൊക്കെ പലരും കമൻറ്റ് ഇടാറുണ്ട്. അപ്പോൾ ഞാൻ ഇപ്പോൾ ഈ പച്ചക്കറി തോട്ടത്തിനകത്തൊക്കെ ഇങ്ങനെ നടന്ന് മൊത്തം ഒന്ന് ഓടിച്ചിങ്ങനെ വെറുതെ കാണിച്ചു തരാം. പലർക്കും വിശ്വാസമില്ല. മറ്റേ വീഡിയോസ് വരുമ്പോൾ ഇങ്ങനെ കട്ട് ചെയ്തല്ലേ വരുന്നത്, അതുകൊണ്ടായിരിക്കും, എനിക്കറിയത്തില്ല. അതുകൊണ്ടാവണം. ഇപ്പോൾ ഞാൻ മൊത്തത്തിൽ ഒരു ലൈവ് പോകുന്ന പോലെ ഒറ്റ വീഡിയോസായിട്ട് ഇങ്ങനെ നിങ്ങളെ മൊത്തത്തിൽ കാണിച്ചു തരാം. ഒരു സൈഡിൽ നിന്ന് തുടങ്ങിയിട്ട് അങ്ങറ്റം വരെ മുഴുവനും ഞാൻ കാണിച്ചു തരാം എല്ലാം. ഓക്കെ, അപ്പോൾ നമുക്ക് പോവാം. അപ്പോൾ ഞാൻ നമ്മുടെ സാധാരണ ലൈവ് വീഡിയോ പോകുന്ന പോലെ തന്നെ ഒറ്റ വീഡിയോ ആയിട്ട് എടുക്കാനാണ് ശ്രമിക്കുന്നത്. അത് നിങ്ങൾക്ക് ഡൗട്ടൊന്നും ഇല്ലാതെ മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഗാർഡൻ എന്ന് പറയുന്നത് ഇങ്ങനെ നീളത്തിൽ ഇങ്ങനെ കിടക്കുകയാണ്. ഇതാണ് ഇതിൻ്റെ ഒരു അറ്റം. ഇങ്ങനെ നീളത്തിൽ പോയിട്ട് ഇത് പീച്ച് മരമാണ് കേട്ടോ. ഇങ്ങനെ അങ്ങ് പോയി, പിന്നെ ഇവിടെ ഈ ഫെൻസിൻ്റെ സൈഡിൽ കൂടെ ഇങ്ങനെ കുറച്ചിങ്ങനെ അങ്ങ് പോയി, പിന്നെ ഇങ്ങനെ വട്ടം കറങ്ങി. ഇത് നമ്മുടെ ഗ്രീൻ ഹൗസ് ആയിരുന്നു കഴിഞ്ഞ കൊല്ലത്തെ, അതൊക്കെ പോയി കേട്ടോ. അതൊക്കെ കാറ്റ് പറിച്ചുകൊണ്ട് പോയി. പിന്നെ ഇങ്ങനെ വന്ന് ഇവിടെയുണ്ട് കുറച്ച്, ഈ ഭാഗത്ത് ഇവിടെയാണ് നമ്മുടെ മുരിങ്ങയൊക്കെ നിൽക്കുന്നത്. പിന്നെ ഈ ഭാഗത്ത് കുറച്ചുണ്ട്. അപ്പോൾ നമുക്ക് ഈ സൈഡിൽ നിന്ന് തുടങ്ങാം കേട്ടോ. ഇനി ഞാൻ മഴവെള്ളം പിടിക്കുന്ന പാത്രമാണ് കേട്ടോ. ഇതൊക്കെ ഇവിടെ പിടിക്കും, അവിടെ നിന്ന് ഒഴി വരുന്ന പിടിക്കും, ഇതിനകത്ത് നിറച്ച് വെക്കും മഴ പെയ്യുന്ന ദിവസം. അങ്ങനെയാണ് കേട്ടോ. പിന്നെ ഇതിനകത്തൊക്കെ ഞാൻ കഞ്ഞിവെള്ളമൊക്കെ പുളിപ്പിച്ച് വെക്കാൻ വേണ്ടിയിട്ട് വെച്ചേക്കുന്ന ബക്കറ്റുകളാണ്. ഇതുണ്ടോ, ഇത് കഴിഞ്ഞ ദിവസം മഴ പെയ്താണ്. നമുക്ക് ഒരു മാസം കൂടി മഴ പെയ്തപ്പം കിട്ടിയ വെള്ളമാണ്. ഒരു പാത്രം കിട്ടിയോട്ടെ, ഞാൻ ഓൾറെഡി അത് ഒഴിച്ചു കഴിഞ്ഞു. നമ്മുടെ ഈ വലിയ ചെരുവ് നിറച്ച് കിട്ടിയായിരുന്നു. അപ്പോൾ ഇവിടെ വഴുതന തൈകളാണ്. വഴുതനങ്ങയൊക്കെ ആയി വരുന്നതേ ഉള്ളൂ. ഇത് കണ്ടോ, ഇതേ കുഞ്ഞ് വഴുതനങ്ങയായി വരുന്നു. പിന്നെ ഇതേ നമ്മുടെ മുകളിലേക്ക് നിൽക്കുന്ന മുകളിലേക്ക് വളരെ ഇത് ഒക്കെ ആയി വരുന്നുള്ളൂ, കുഞ്ഞി തൈകൾ. അതുകൊണ്ടോ. പിന്നെ ഇത് നമ്മുടെ തുളസി തോട്ടം. ഇത് ക്യാരറ്റാണ് കേട്ടോ. ക്യാരറ്റിൻ്റെ അകത്ത് ഇത് കഴിഞ്ഞ കാലത്ത് തുളസിയുടെ വിത്തുകൾ വീണിട്ട് ഇങ്ങനെ നിറയെ കിളുത്തിരിക്കുന്ന, പറിച്ച് കളയാനൊരു വിഷമാണ് കാണുമ്പോൾ. എല്ലായിടത്തും ഉണ്ട് കേട്ടോ, പറമ്പ് എല്ലായിടത്തും ഉണ്ട്. പിന്നെ ഇവിടെ നമ്മുടെ പൊട്ടറ്റോസാണ്, റെഡ് കളർ പൊട്ടറ്റോസ് ഉണ്ടോ. അത് ഞാൻ വേറൊരു ദിവസം ഇതിൻ്റെ വീഡിയോസ് കാണിച്ചു തരാം. അവയെ നിറച്ചുമുണ്ട്. ഇവിടെ ഇരിക്കട്ടെ ഇപ്പോൾ തൽക്കാലം. അത് നല്ലൊരു വീഡിയോ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. നിറയെ ഉണ്ട്, അത് നിറച്ചും പൊട്ടറ്റോസ് ഉണ്ട് അതിനകത്ത്. പിന്നെ ഞാൻ ഒരു 2 ആഴ്ച മുന്നേ നമ്മുടെ ഉള്ളി പറിച്ചായിരുന്നു. ഉള്ളി ഇങ്ങനെ പറിക്കാതെ കടന്ന് കുറേ ഇങ്ങനെ ആയി ഉള്ളിയുടെ വണ്ണമൊക്കെ കുറഞ്ഞു പോയി. ചെറിയ ഉള്ളിയാണ്. അപ്പോൾ അതിൽ തന്നെ കുറേയാണ് ഇങ്ങനെ കിളുത്ത് വന്നായിരുന്നു. അപ്പോൾ ഞാൻ ആ കിളുത്ത് വന്നതെല്ലാം ഇങ്ങനെ ഇതിൻ്റെ നമ്മുടെ ഗ്രോ ബാഗുകളൊക്കെ ഇങ്ങനെ നട്ട് വെച്ചിരിക്കുന്നതാണ് ഈ കാണുന്നത്. കുറേ നട്ട് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ആയിട്ട് ഉണ്ടോ. പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇത് ഒരു മുളകാണ്, നീല കളർ മുളക്, കാന്താരി. കാണുന്നില്ലേ, ഇതുണ്ടോ, നീല കളർ കാന്താരി. ഒത്തിരി ഒന്നും അങ്ങനെ ഉണ്ടാകുന്നൊന്നുമില്ല, കുറച്ച്. ഇതിലേക്ക് ഓരോന്നൊക്കെ പഴുത്ത് കൊണ്ടുണ്ടോ. പിന്നെ ഇത് വേറൊരു സൈസ് മുളകാണ്, ഇച്ചിരി കൂടെ നീളമുള്ള സൈസ് മുളക്, വലുത്. കാണുന്നുണ്ടാവോ എനിക്കറിയില്ല, അത്ര ക്ലിയർ. ഞാൻ കാണുന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് പോലെയാണ്.
പിന്നെ നമുക്കിവിടെ തുടങ്ങാം. ഇതൊരു ചൊരയാണ്. ഈ ചൊര തന്നെ കിളുത്തതാണ്. ഇത് ഏത് സൈസാണെന്നൊന്നും അറിയില്ല. ഇത് തന്നെ ഉണ്ടായി. ഞാൻ വെറുതെ അങ്ങനെ അങ്ങോട്ടൊക്കെ കയറ്റി വിട്ടണേ ഉള്ളൂ. പിന്നെ അവിടെയൊക്കെ കുറേ തക്കാളികൾ നിൽപ്പുണ്ട്. അത് കളയാൻ പറ്റില്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് അയിലയിലൊക്കെ നട്ടു വെച്ചിരിക്കുന്നതാണ്. ഇതുണ്ടോ, കിടപ്പുണ്ട്. ഇടയ്ക്ക് കൂടെ കുറച്ച് വെണ്ടയൊക്കെ നിൽപ്പുണ്ട്. അത്ര കെയർ ചെയ്യലൊന്നുമില്ല. കണ്ടോ, വെള്ളം ഒഴിക്കാണ്ട് കണ്ടോ, ഉണങ്ങിപ്പോയിക്കുന്നതുണ്ടോ. പിന്നെ ഈ സൈഡിൽ നിന്ന് അങ്ങ് പോവുകയാണെങ്കിൽ ഇത് നമ്മുടെ ബീച്ചിലാണ്. കഴിഞ്ഞ വർഷത്തെ നിറയെ ഉണ്ടാക്കി കിടക്കുന്ന ഒരു ബീച്ചിലുണ്ടല്ലോ, ആ ബീച്ചിലാണിത്. ഈ വർഷം സാധാരണ അത് അവസാനത്തിനാണ് നിറയെ ഉണ്ടാകുന്നത്. പിന്നെ ഇത് നമ്മുടെ തക്കാളി. ഇവിടെ ഒരു 2-3 ചുവട് മുളകുണ്ട്. ഇത് കാന്താരിയാണ്. ഉണ്ടോ, ഇതിനകത്തോട്ട് വരുമ്പോൾ നല്ല ക്ലിയർ അല്ലേ. ഇത് കുക്കുംബറാണേ. ഇതിൻ്റെ ചുവട് ഇവിടെ ഈ ഭാഗത്താണ് കേട്ടോ കുക്കുംബറൊക്കെ ഉണങ്ങിപ്പോയി. വെയിൽ കാരണം ഭയങ്കര ചൂടായിരുന്നു വെയിലിന്. അപ്പോൾ കുക്കുംബറൊക്കെ ഉണങ്ങി. പിന്നെ അവിടെ കുറേ ബീൻസ് ഉണ്ടായിരുന്നു. നമ്മളതൊക്കെ പറിച്ച് ഏകദേശം തീർന്നു. കുറച്ച് ബീൻസൊക്കെ ഞാൻ അവിടെ ഉള്ളൂ. പിന്നെ ഇത് നമ്മുടെ കുമ്പളം ഉണ്ടോ, കുമ്പളങ്ങയൊക്കെ ആയിട്ടുണ്ട്. ഉണ്ടോ, ഒരെണ്ണം നല്ലോണം മൂത്തിട്ടുണ്ട് ഇവിടെ. അതെ. പിന്നെ ഇങ്ങോട്ടേക്ക് വരുമ്പം നമ്മൾ പാവലാണ് ഇട്ടിരിക്കുന്നത്. പാവൽ ഈ വർഷം ഞാൻ ഒരു 2 സൈസ് പാവലിട്ടിട്ടുണ്ടേ. ഇത് വെള്ള കളറ് പാവയ്ക്കയല്ല, എന്നാൽ ഒരു പച്ച കൂടിയൊരു പാവയ്ക്ക. പിന്നെ ഇത് ഒരു സൈസ് തക്കാളിയാണ്. ഈ തക്കാളിക്ക് തണൽ ആയിപ്പോയതുകൊണ്ട് അധികം കാ പിടിച്ചില്ല. നല്ല വെയിൽ കിട്ടണം തക്കാളിക്ക് ഉണ്ടാണെങ്കിൽ. അതുകൊണ്ട് ഇച്ചിരി കാ കുറവാണ്. അതുകൊണ്ട് ഇത് വേറൊരു കളറാണ്, ഒരു ബ്രൗൺ കളർ പോലെയാവും കുറച്ച് കഴിയുമ്പം. അത് പഴുത്ത് കഴിഞ്ഞ് ഞാൻ കാണിച്ചു തരാവേ. പിന്നെ ഇത് നമ്മുടെ പാവയ്ക്ക. പാവയ്ക്കകത്തേക്കൂടെ അങ്ങ് പോയി കഴിഞ്ഞാൽ പാവയ്ക്കൊക്കെ ആയി വരുന്നേ ഉള്ളൂ. പിന്നെ ഇത് നല്ല വെള്ള കളർ പാവയ്ക്കാണിത്. കണ്ടോ, പഴുത്തു. ഞാൻ വിത്തിനിട്ടിരിക്കുന്ന ആദ്യം ഉണ്ടായതല്ലേ. ഇതുണ്ടോ, നല്ല നീളമുള്ള പാവയ്ക്കാണ്. ഇതുണ്ടോ, കാര്യം പറഞ്ഞാൽ ഞാൻ ഈ കൊല്ലം വേറൊരു സൈസ് പാവയ്ക്കുണ്ടെങ്കിൽ നീളം വെക്കുന്ന സൈസ് പാവയ്ക്കാണിത്. ഈ കിടക്കുന്ന അല്ലെങ്കിൽ ഇങ്ങനെ നീണ്ടു കിടക്കുന്ന സൈസ് പാവയ്ക്കാണ്. അപ്പോൾ അതിൻ്റെ ഇതിൻ്റെ പൂ കൂടെ രണ്ട് ഏകദേശം അടുത്തടുത്താണ് നിൽക്കുന്നത്. അപ്പോൾ അതും ഇതും കൂടെ മിക്സായി ഉണ്ടാകുന്നു. ഇത് നല്ല നീളത്തിൽ നല്ല വലുപ്പത്തിലുള്ള പാവയ്ക്കായി മാറി. കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. ഇത് കണ്ടോ, നല്ല നീളത്തിൽ നല്ല വലുപ്പത്തിലുള്ള പാവയ്ക്ക. ഇതാണ് നമ്മുടെ നീളം പാവയ്ക്ക. ഇതിങ്ങനെ മെലിഞ്ഞിരിക്കും, വണ്ണമൊന്നുമില്ല. ഉണ്ടോ, പറിക്കാതെ നിന്നെല്ലാം പഴുത്തു. പിന്നെ ഇവിടെ നമ്മുടെ കുറച്ച് വലിയ തക്കാളികളുണ്ട്. ഉണ്ടോ, അവിടെയുള്ളത് പറിക്കാതെ ചീഞ്ഞു. ചീഞ്ഞത് നമുക്ക് ആവശ്യമില്ല. നമുക്ക് ആവശ്യമുള്ളതല്ലേ പറിക്കേണ്ടതുള്ളൂ. പിന്നെ ഇങ്ങോട്ടേക്ക് വന്നാൽ ഇതാണ് ഈ വർഷം ഇച്ചിരി കൂടെ ഹൈലൈറ്റായിട്ട് പറയാനുള്ളത്. ഈ വർഷം നന്നായിട്ടുണ്ടായിരിക്കുന്ന ഇതാണ് പടവലങ്ങ. അതൊക്കെ കുഞ്ഞ് ഞാനിപ്പോൾ കെട്ടിയിട്ടേ ഉള്ളൂ. ഒരെണ്ണം മൂത്തിട്ടുണ്ട്. ഏകദേശം വലിയ പടവലങ്ങയുടെ ഒരെണ്ണമായിട്ടുണ്ട് ഇത്. ഉണ്ടോ, പിന്നെ ഇത് ചെറിയ പടവലങ്ങയുടെ സൈസാണിത്. ഇതുണ്ട്, ചെറുതാണ്. ആരോ എന്നോട് പറഞ്ഞു ചെറിയ പടവലങ്ങയ്ക്ക് ഗുണം കൂടുതലെന്ന്. അപ്പം ഞാൻ വിചാരിച്ചിട്ടുണ്ട് പിന്നെ ചെറിയ പടവലങ്ങയും കൂടെ ഇട്ടേക്കാം. പിന്നെ എല്ലാവരും ചോദിക്കാറുണ്ട് എവിടെ നിന്ന് ഈ വിത്ത് പഠിക്കുന്നത്. ഞാൻ ഓൺലൈനിൽ നിന്ന് മേടിക്കാറുണ്ട്. ഓൺലൈനിൽ നിന്ന് ഇങ്ങനെ വെറുതെ സെർച്ച് ചെയ്യും. പിന്നെ വിത്തുകൾ സെർച്ച് ചെയ്യുമ്പം ഇന്ന സൈറ്റൊന്നൊന്നുമില്ല, ഇന്ന കമ്പനിയിൽ നിന്നൊന്നുമില്ല. എനിക്ക് തോന്നുന്ന കമ്പനിയിൽ നിന്നൊക്കെയാണ് മേടിക്കാറ്. എല്ലാവരും ഏത് കമ്പനിയിൽ നിന്നാണ് മേടിക്കുന്നത് എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പം അതൊന്നും എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. ഞാനിങ്ങനെ സെർച്ച് ചെയ്ത് പോകുമ്പം എനിക്ക് അത് വേണോ ബെറ്ററായിട്ട് തോന്നുന്നത് അതിങ്ങ് മേടിക്കും. അങ്ങനെയാണ് പരിപാടി. കണ്ടോ, പിന്നെ ഇതാണ് ഹൈലൈറ്റ്. വേറെ ഒരെണ്ണം പറയാനുള്ളത്, ഇത് പയറാണ്. ഇതിപ്പോൾ പിഞ്ചാണ്. നമ്മുടെ സാധാരണ പിഞ്ച് പയറൊക്കെ ആകുമ്പോൾ കുഞ്ഞരിക്കയില്ലേ, ഒരു ഏകദേശം ഞെടുപ്പിൻ്റെ അവിടുന്ന് ഒരു ഇത്ര നീളമൊക്കെ ഉണ്ടാവുള്ളൂ. ഇതുണ്ടോ, ഇത് പിഞ്ച് പയറിന് ഇപ്പം തന്നെ ഇത്രയും നീളമുണ്ട്. ഉണ്ടോ, അപ്പം അതിൻ്റെ ഇച്ചിരി മൂത്ത പയർ കാണിച്ചാലേ. ഇത് ഞാൻ ആദ്യമൊക്കെ ഉണ്ടായതൊക്കെ വിത്തിനിട്ടതാ. പിന്നെ കിട്ടിയില്ലെങ്കിലോ, ആകെ 2-3 ചുവടേ ഉള്ളൂ. ഇതേ ഏകദേശം പാകത്തിനായത്. ഇതുണ്ടോ, അതിൻ്റെ ചുവടിരിക്കുന്നത് അങ്ങ് മണ്ടയ്ക്കാണേ. ഇതാണ് എനിക്ക് ഈ വർഷം ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പച്ചക്കറി ഇനം ഞാൻ നട്ടതിൽ. ഇതുണ്ടോ, ഇതൊക്കെ പിഞ്ചാണ്. ഇത് ഇനിയും നീണ്ടു വരും.
പിന്നെ വേറെ ഉണ്ടെങ്കിലും വണ്ണമുള്ള സൈസ് പയർ ഇത് ഉണ്ടോ, നല്ല വണ്ണമുള്ളത്. ഇതിനധികം നീളമൊന്നുമില്ല, പക്ഷെ നല്ല വണ്ണമുള്ളത്. ഇത് നമ്മുടെ സാധാരണ ഒടിയൻ പയർ. പിന്നെ ഇതെന്ത് പയറാന്ന് എനിക്കറിയത്തില്ല. ഞാൻ പറഞ്ഞില്ലേ, കഴിഞ്ഞ വീഡിയോയിലും പാട്ടുണ്ടായിരുന്നു, എനിക്ക് ഒരാൾ തന്നാണ് ഈ വിത്തുകളെല്ലാം. അപ്പോൾ ഇതിൽ പൂവൊക്കെ ഉണ്ടാകുന്നുണ്ട്, പക്ഷെ എന്താ സംഭവം എന്നൊന്നും ഒരു പിടിയില്ല. എന്ത് ഇനം പയറാണെന്നും എനിക്കറിയില്ല. പൂവൊക്കെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഇത് നമ്മുടെ സാധാരണ വള്ളിപ്പയർ ഉണ്ടോ കിടക്കുന്നത്, നല്ല ഭംഗി തന്നെ കിടപ്പുണ്ട്, നിറച്ചുണ്ട്. പിന്നെ അതിൻ്റെ അകത്ത് കുക്കുമ്പറുണ്ട് കേട്ടോ, അത് കാണിച്ചില്ല. നമ്മുടെ പടവലത്തിനകത്ത് കൂടെ വന്നു കഴിഞ്ഞാൽ, ഇത് പടവലമാണേ, ഞാൻ ഇതിലെ കൂടെ പുറത്തേക്ക് ഇറങ്ങിപ്പോയി, അങ്ങനെ ആ പയർ കാണിച്ചത്. അതിലിങ്ങനെ കറങ്ങി കയറിയതാട്ടോ അകത്തോട്ട് വീണ്ടും. പിന്നെ ഇവിടെ നമ്മുടെ കുക്കുമ്പറാണ്. കുക്കുമ്പർ നമ്മൾ പറിച്ച് മടുത്തു. ഇപ്പോൾ പറിക്കാതെ കിടന്നതേ മൂത്ത് കിടക്കുക കേട്ടോ. ഉണ്ടോ, എന്തോരം കുക്കുമ്പറ കിടക്കുന്നതുണ്ടോ. ഇപ്പോൾ ഒരു രക്ഷയില്ല, തിന്നു മടുത്തു എന്ന് വേണേൽ പറയാം. ഉണ്ടോ, എല്ലാം മൂത്ത് കിടക്കുകയാണ്. ഇതൊക്കെ പഴുത്ത പോലെയായി. പരിചയമുള്ളവർക്കൊക്കെ പറിച്ചു കൊടുത്തു കേട്ടോ. വഴിയെ പോകുന്നവർക്കും നടക്കാൻ വരുന്നവർക്കൊക്കെ കൊടുക്കാറുണ്ട് ഇതിലെ കൂടെ. എന്താണ് നേരത്തെ കാണിച്ച വള്ളിപ്പയർ ഉണ്ടോ, നല്ല രസമല്ലേ കിടക്കുന്നതാണ്. ഇത് നല്ല തണൽ, ഒരു വെയിലൊന്നും ഇല്ലാത്തപ്പോൾ പിടിക്കുവാണെങ്കിൽ നല്ല ഭംഗിയാണ് കാണാൻ. പിന്നെ പുറത്തോട്ട് ഗാർഡനിൽ നമ്മൾ പുറത്തോട്ട് ഇറങ്ങിയേ ഏകദേശം ഇതുണ്ടോ. പിന്നെ ഇത് തക്കാളിയാണ്. തക്കാളിക്ക് ഏകദേശം 2 ട്രിപ്പ് പറിച്ചു കഴിഞ്ഞു കേട്ടോ. ഫെൻസിൻ്റെ മണ്ടയിലെത്തി ഉണ്ടോ, കെട്ടി വെച്ച് അങ്ങ് മണ്ടയിലെത്തി. തക്കാളിയൊന്നും കാണുന്നില്ലല്ലേ, ഇതാ ക്ലോസിൽ കണ്ടോ. ഉണ്ടോ, പോകുന്നുണ്ടോ തക്കാളി, അങ്ങ് മണ്ട വരെ കായുണ്ട്. ഇത് കള്ളിപ്പെണ്ണിനെ കണ്ടോ, ഇതാണ് എൻ്റെ കള്ളിപ്പെണ്ണ്. ഇവിടെ ഇരുന്നുള്ള പീച്ചും പേറും തക്കാളിയും എല്ലാം തിന്നും. പിന്നെ അവൾക്ക് കൊടുത്തേക്ക് വേണം മൊത്തം ഗാർഡൻ. പിന്നെ ഇത് കണ്ടോ, ഇത് നിങ്ങളെ കാണിക്കണമെന്ന് വിചാരിച്ചു, വേറൊരു സാധനമാണ്. നമ്മുടെ പേരാണിത്. പേര് നിറച്ചും കോല കുത്തി കായ്ച്ചിട്ടുണ്ട്. ഞാനിത് പറിക്കുമ്പോൾ പിന്നെ അതിൻ്റെ വീഡിയോ ഒക്കെ കാണിക്കാം കേട്ടോ. ഇതുണ്ടോ, താങ്ങി നിർത്തിയേക്കാണ് ഞാൻ, കമ്പൊക്കെ ഒടിഞ്ഞു പോകാതെ. ഇതുണ്ടോ, കായ കിടക്കുന്നുണ്ടോ. ഇതിൻ്റെ വെയിറ്റ് കാരണം ഇങ്ങനെ കമ്പെല്ലാം കൂടെ ഇങ്ങനെ വളഞ്ഞു വന്നേക്കും. ഞാനുണ്ടോ ഇതിൻ്റെ മണ്ടയ്ക്ക് ഇട്ട് വെച്ചേക്കും. ഇത് പിള്ളേരുടെ കുഞ്ഞായിരുന്നപ്പോൾ ഉള്ള കട്ടിലാണ്, അതിൽ ഈ മണ്ടയ്ക്ക് ഇട്ട് വെച്ചേക്കുന്നതാണിത്. നിലത്ത് പൊട്ടിക്കിടക്കുക കമ്പുകളൊക്കെ. ഞാനിവിടെ വന്ന് ഈ ചെയറിലിരിക്കും, പറിച്ചടിക്കും. നല്ല ഭാഗമായി കേട്ടോ തിന്നാൻ. ഇതുണ്ടോ, ഇതിൻ്റെ അടിയിൽ കൂടെ ഒക്കെ ഉണ്ടോ കിടക്കുന്നത്. നിലത്ത് മുട്ടി വെയിറ്റ് കാരണം ഉണ്ടോ. അത് നമ്മുടെ പുല്ല് വെട്ടുന്ന മെഷീനാണ് കേട്ടോ ഇരിക്കുന്നത്. ഇതേ ചോട്ടിൽ വരണ്ട കമ്പയിൽ കിടക്കുന്നത്. ഇനി ഈ കമ്പ് ഇങ്ങനെ വളഞ്ഞു കേട്ട് പിന്നെ കമ്പ് നൂരുകയില്ല. പിന്നെ ഞാൻ കഴിഞ്ഞ കൊല്ലമൊക്കെ അങ്ങനെ അതിൻ്റെ മുന്നത്തെ കൊല്ലമൊക്കെ വന്ന കമ്പുകൾ ഇവിടുന്ന് വെട്ടിക്കളഞ്ഞാണ്. പിന്നെ അവിടുന്ന് കണ്ടോ കുത്തി കിടക്കുന്നത്. ഇതേ ഇവിടുന്നൊക്കെ ഞാൻ വെട്ടിക്കളഞ്ഞ. ഇവിടുന്നൊക്കെ ഞാൻ ഇതുപോലെ വളഞ്ഞു വന്നിട്ട് വെട്ടിക്കളഞ്ഞാണ് ഈ കമ്പൊക്കെ. വേണ്ടോ, കാണുന്നുണ്ടോ എന്തോ. അങ്ങ് പോകണുണ്ടോ, അറ്റം വരെ കായാണ്. ഇത് ബഡ്ഡി ചെയ്യാൻ വെച്ചിരിക്കുന്നത്, ഓരോരുത്തർ പറഞ്ഞിട്ട് ബഡ്ഡി ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കുന്ന കേട്ടോ. കായെല്ലാം അടിഭാഗത്തേക്ക് തൂക്കി കിടക്കാം കേട്ടോ, അതുകൊണ്ട് കാണാത്ത. ഉണ്ടോ, അപ്പോൾ അതവിടെ നിൽക്കട്ടെ. പിന്നെ ഇവിടെ ഒരു പീച്ചുണ്ട്. ഇത് നമ്മൾ കഴിഞ്ഞ കൊല്ലം നട്ടാണ്. നമ്മുടെ കഴിഞ്ഞ കൊല്ലം ഞാനൊരു വീഡിയോ ഇട്ടല്ലോ, കൂലകത്തി കായ്ക്കുന്ന പീച്ചെന്ന് പറഞ്ഞുകൊണ്ടൊരു. ആ പീച്ച് ആരോ കണ്ണ് വെച്ചിട്ട് പോയി കേട്ടോ. അപ്പോൾ ആരും വേറെ ഒരു പീച്ച് മേടിച്ചു കേട്ടോ. അതിലൊരു 5-6 കായ്ക്ക് ഉണ്ടായിട്ടുണ്ട്. അത് അത്ര നല്ലതാണെന്ന് തോന്നുന്നില്ല കണ്ടിട്ട്. പോട്ടെ. അടുത്ത ഇവിടെ നമ്മുടെ വെണ്ട. കള്ളി ഇതിലെ കൂടെ ഓടുന്നു. വെണ്ട
ഇത് കഴിഞ്ഞ പോലെ നട്ട പോലെ തന്നെ ഇവിടെ ഞാൻ കുറച്ച് വേണ്ട ഇതിലിങ്ങനെ ഇട്ടേക്കുന്നു. കള്ളീനെ കാണിച്ചു തരാവേ. ഉണ്ടോ കള്ളി ഇങ്ങനെ കറങ്ങി. കള്ളിയുടെ മക്കളൊക്കെ ഇവിടെ ഉണ്ട്. കള്ളി, ഞാൻ വിളിക്കുന്നു അങ്ങനെ തന്നെ അവളെ, കള്ളിപ്പെണ്ണേന്ന്. ഇതൊക്കെ മുളകുകളാണ്, ഇച്ചിരി വലിയ സൈസ് മുളകുകളാണ്. ഇവിടെയാണ് നമ്മുടെ ചെറിയ ഉള്ളി നിന്നിരുന്നത്. അവിടെ ഞാൻ ചെറിയ ഉള്ളിയെല്ലാം പറിച്ച് മാറ്റിയപ്പം പിന്നെ ഞാൻ അവിടെ വേറെ സാധനങ്ങളൊക്കെ കൊണ്ട് നട്ടതാണ്. പിന്നെ ഇത് നമ്മുടെ കോവൽ, അവിടെ അറ്റത്തും ഒരു കോവൽ ഉണ്ടായിട്ടുണ്ട്. കായൊക്കെ ഉണ്ടാക്കി കിടപ്പുണ്ട്. ഇപ്പോൾ കുറേ കമ്പ് പൊട്ടിക്ക് വെച്ചിട്ടുണ്ട്. നല്ല ഇവിടെ നിറച്ചിങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. അതെല്ലാം പറിച്ച് മാറ്റിയപ്പോൾ കുറച്ച് ശക്തി വെച്ചു. ഉണ്ടോ കായ്? വഴുതന ഒരു മുരിങ്ങത്തൈ കൊല്ലം നട്ടുപിടിപ്പിച്ചാണ്. പിന്നെ നമ്മുടെ അടുത്ത് വേറൊരു മുളകുണ്ട്. ഇത് കഴിഞ്ഞ കൊല്ലത്തെ ചെടിയാണ്. ഞാൻ അകത്തെടുത്ത് വെച്ചിട്ട് കൊല്ലം ഇതൊന്നും പോലും പറിച്ച് തീറ്റയൊന്നുമില്ല. വെറുതെ ഇങ്ങനെ കാണാൻ നിർത്തിയേക്കുള്ളൂ ഒരു സ്റ്റൈലിന്. പിന്നെ അടുത്ത് ഇതാണൊരു പീച്ച് മരം. ആണോ? കണ്ണു വെക്കല്ലേ ആരുവേ. അപ്പുറത്തെ സൈഡിൽ നിന്ന് കാണിച്ചു തരാം, അത് നല്ല ക്ലോസ് ആയിട്ട്. പിന്നെ ഇത് പൊതിനയാണ് കേട്ടോ. ഇത് നമുക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് ഒരു കുട വെച്ചിരിക്കുന്നത് അവിടെ, ഒരു വലിയ കുട. അതും ഒരു പീച്ചാണ്. അതെല്ലാം മുഴുവൻ തീർന്നു. അതിൽ നിന്ന് കുറേ ഉണങ്ങിപ്പോയി. കണ്ടോ? പിന്നെ ഇതൊരു പ്ലമ്മാണ്, ചെറിയൊരു മരമാണ്. ഇതെവിടെ ഒരു വഴുതനങ്ങ ഉണ്ടായി കിടക്കുന്നു. ഉണ്ട്, വെള്ള വഴുതനങ്ങ. ഇതുണ്ടോ നമ്മുടെ പീച്ച്? നല്ല കായ. ഇത് വെയിലില്ലെങ്കിൽ നല്ല ഭംഗിയാണ് കേട്ടോ കിടക്കുന്നത് കാണാൻ. നോക്കിക്കേ, കണ്ടോ എന്തെല്ലാം രസം. നോക്കി എന്ത് നല്ല ഭംഗിയായിട്ടാണ് കിടക്കുന്നതെന്ന്. ഇഷ്ടമായാൽ ലൈക്കിടാൻ മറക്കല്ലേ. ഇതൊരു ആപ്പിൾ, ചെറിയൊരു ആപ്പിൾ. ഇതൊക്കെ കഴിഞ്ഞ കൊല്ലം വെച്ചാ. പിന്നെ ഇതൊരു പസിമനാണ്. ഇത് കുറച്ച് കായുണ്ട്. ഒരു 10-100 പൂവൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേങ്കിൽ കുറച്ച് കായ പിടിച്ചുള്ളൂ. കാണുന്നുണ്ടോ എന്താവോ. ഇതുണ്ടോ? പിന്നെ ഇങ്ങോട്ട് വന്ന് നമ്മുടെ മത്തങ്ങകൾ. അത് ഇന്നാൾ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അവരെല്ലാം മൂത്തു, കളറായി കിടപ്പുണ്ട്. ബട്ടർ സ്ക്വാഷ്. പിന്നെ ഇത് നമ്മുടെ മുരിങ്ങയിലൊക്കെ പൂവായിട്ടേ ഉള്ളൂ. ഇക്കൊല്ലം നമുക്ക് കായൊന്നും ആയിക്കിട്ടുമെന്ന് തോന്നുന്നില്ല. സാധാരണ ജൂലൈക്ക് ആകുമ്പോഴത്തേനും നമുക്ക് കായ ആകുന്നതാണ്. ഇവിടെയൊക്കെ ഓരോന്നായി കിടപ്പുള്ളൂ. പിന്നെ കാറ്റ് കാരണം ഈ സൈഡിൽ, ഞാൻ ഈ വർഷം ഈ സൈഡിൽ ആദ്യമായിട്ട് നട്ടു നോക്കിയാണ്. സാധാരണ എല്ലാ വർഷവും ഒരു സൈഡിൽ തന്നെ നട്ട് അത് കാ കുറഞ്ഞു വരുന്ന പോലെ തോന്നി. അപ്പം ഞാനൊന്ന് മാറ്റി നട്ടു നോക്കിയാൽ. പക്ഷേ ഈ സൈഡിൽ ഭയങ്കര കാറ്റാണ്. ഉണ്ട്, നിറച്ചും പൂവൊക്കെ ഉണ്ടാകും. പക്ഷേ എങ്കിൽ അങ്ങ് പിടിക്കുന്നില്ല. കാറ്റെല്ലാം കൂടെ അടിച്ച് പറിക്കുകയാണ്. മത്തങ്ങ കുറേ കിടപ്പുണ്ട് കേട്ടോ. പിന്നെ ഇത് നമ്മുടെ വെള്ളരിക്ക മുഴുവനും ഉണങ്ങിപ്പോയതാണ്. ചോടെ ഉണങ്ങിപ്പോയിട്ടെല്ലാം ചീഞ്ഞു പോയി കേട്ടോ. അതുകൊണ്ട് എത്ര എണ്ണ കിടക്കുന്നുണ്ടോ. എല്ലാം പറിച്ച് കളയണേ. ഇനി കുഴപ്പമില്ലാന്ന് തോന്നുന്നു. ഇതുണ്ടോ ഇങ്ങനെ വാടി കരിഞ്ഞ് ചുങ്ങി ചെടിയെ മൊത്തം പോയി. ഉണ്ടോ, കേടായി. പിന്നെ ഇതൊരു പാവലാണ്. ഇനി ഇതൊരു വള്ളി ബീൻസാണ്. അത് തീർന്നു. ഇതെന്താണെന്ന് അറിയത്തില്ല. ഞാൻ നേരത്തെ ഒരു പയർ പറഞ്ഞില്ല, അതുപോലെ തന്നെ കിടക്കുന്നൊരു സാധനം ഇത്. അത് അറിയത്തില്ല എന്താന്ന്. ഇതൊരു കാവൂലും ഉണ്ടായി കണ്ടില്ല. പിന്നെ ഞാനിപ്പോൾ ഇവിടെ ഒരു വെള്ളരി ഇട്ടിട്ടുണ്ട്. കുറച്ച് മുളകുണ്ട്, കുറച്ച് പച്ചമുളകുണ്ട്.
പിന്നെ ഇവിടെ കുറച്ച് കോവലും ഇപ്പുണ്ട്. ഇതേ കോവയ്ക്ക ഉണ്ടോ? കോവയ്ക്ക ഇലയുള്ളതൊന്നും കാണുകയില്ല. പിന്നെ ഇവിടെ അതിന് മുന്നത്തെ വീഡിയോയിലിട്ട പയറൊക്കെ കാണിച്ചിരുന്നു. ഇവിടെയാണ് പർപ്പിൾ കളറുള്ള പയറും പച്ചപ്പയറൊക്കെ ഉണ്ടെന്ന്. അതൊക്കെ തീർന്നു. ഇനി ഇതൊരു ഓറഞ്ചിൻ്റെ തൈയാണ്. ഇവിടെ ഒരു കറിവേപ്പുണ്ട്, ഒരു 2-3 ചുവട്. ഇനി ഇതൊരു വെള്ള കുക്കുംബറാണ്. ഇതേ നമ്മുടെ കഴിഞ്ഞ കൊല്ലത്തെ ആൾക്കാർ നിൽക്കുന്നു. വേറെ നീളമുള്ള ചൊരയ്ക്ക. അപ്പം ഇത്രയാണ് നമ്മുടെ ഗാർഡൻ. ഇവിടെ ഒരു അലവേര ചെടി നിൽപ്പുണ്ട്. ഉണ്ടോ? തുളസി തൈകൾ എല്ലായിടത്തേക്കൂടെയും കിളിത്തേക്കുന്നുണ്ടോ? കളയാൻ തോന്നുന്നില്ല, അതുകൊണ്ട് നിർത്തിയേക്കും. അതേ അലവരയ്ക്കകത്തൊക്കെ നിൽപ്പുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ടേക്ക് കെയർ. ബൈ.